പ്രിയമുള്ളവരെ, വീണ്ടും ഒരു ദൈവവചന ശുശ്രൂഷയായി നിങ്ങളൊപ്പമായിരിക്കുവാൻ സർവവല്ലഭനായ ദൈവം എനിക്ക് നൽകിയ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. പ്രശ്നങ്ങളിൽ നിന്നും ഓടി മറയരുത്. ഇന്ന് യാത്ര ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം പ്രശ്നങ്ങളിൽ നിന്നും ഓടി മറയരുത്. യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, പ്രശ്നങ്ങളെ നേരിടാനാണ്. അല്ലാതെ ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ പേടിച്ച് ഓടിപ്പോകുവാനല്ല നമ്മുടെ യേശു പഠിപ്പിച്ചത്. പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രശ്നങ്ങളെ അതിജീവിച്ച് മുമ്പോട്ട് പോകുവാനാണ് യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത്. ഒരിക്കൽ പത്രോസ് യേശു നദിയിൽ കൂടെ നടന്നു വരുന്ന സമയത്ത്, നാഥ നീ ആവണമെങ്കിൽ ഞാനും അങ്ങോട്ട് വരുവാൻ കൽപ്പിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ യേശു പറഞ്ഞു, എന്നാൽ പത്രോസ് എൻ്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞു. പത്രോസ് ഇറങ്ങി യേശുവിൻ്റെ അടുത്തേക്ക് അന്ന് നടന്നു ചെന്നു. നടന്നു ചെന്ന സമയത്ത് വചനം വായിക്കുന്ന പത്രോസ് ചുറ്റുപാടും നോക്കിയപ്പോൾ തിരമാല കണ്ടപ്പോൾ വെള്ളത്തിൽ താഴുവാൻ തുടങ്ങി. യേശു കരം പിടിച്ചു പത്രോസിനെ എഴുന്നേൽപ്പിച്ചു. പലവട്ടം യേശു നമ്മളെ പഠിപ്പിച്ച കാര്യം എന്താ വെച്ചാൽ പ്രതിസന്ധികളെ അതിജീവിക്കാനാണ്. യേശുക്രിസ്തു പഠിപ്പിച്ചത് എന്താണ്? പ്രതിസന്ധികളെ അതിജീവിക്കാൻ. പലപ്പോഴും നമ്മളൊക്കെ പ്രതിസന്ധികൾ വരുമ്പോൾ പ്രശ്നം വരാറൊക്കെ ഓടി അകലുക. നമ്മുടെ എല്ലാവരും ജീവിതത്തിൽ അങ്ങനെയാണ്. ദൈവമക്കളെ, എൻ്റെ സഹോദരങ്ങളെ, പ്രശ്നങ്ങളെ നമ്മൾ അതിജീവിക്കാൻ തയ്യാറല്ല. നമ്മൾ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതിൽ നിന്ന് ഓടി അകലുവാൻ ആഗ്രഹിക്കുന്നവരാണ് ഭൂരിഭാഗവും. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നത്, എപ്പോഴെങ്കിലും നിങ്ങളെ മനസ്സിനെ പറഞ്ഞു ഉറപ്പിച്ചിട്ടുണ്ടോ, പ്രശ്നങ്ങളെ ഞാൻ അതിജീവിക്കും, ഈ കടപ്പാരത്തിൽ നിന്ന് ഞാൻ പുറത്തു വരും, ഈ രോഗത്തിൽ നിന്ന് ഞാൻ പുറത്തു വരും, ഈ പ്രയാസത്തിന് ഞാൻ പുറത്തു വരും, ഈ പ്രതിസന്ധിന് ഞാൻ പുറത്തു വരും. നിന്റെ മനസ്സുകൊണ്ട് പറഞ്ഞു ഉറപ്പിക്കണം. പലപ്പോഴും നമുക്കത് കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് ചോദിച്ചാൽ, നമ്മളെ മനസ്സിനെ നമ്മൾ പറഞ്ഞു വെച്ചേക്കുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? എനിക്ക് ഒരിക്കലും എനിക്ക് ഈ പ്രശ്നത്തിന് പുറത്ത് വരാൻ പറ്റില്ല. എന്നാൽ ദൈവം പറയുക, പ്രശ്നത്തിൽ നിന്ന് ഓടി മറിയരുത്. വായിക്കാൻ നമുക്ക് ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 8-ാം വാക്യം, അതിൻ്റെ 7-8 വാക്യങ്ങൾ, 7, 8, 9. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 7, 8, 9. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 7, 8, 9. അവളെ വിട്ട് ഓടിപ്പോയി. പിന്നെ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറവയുടെ അരികെ, സൂര്യന് പോകുന്ന വഴിയിലെ നീരുറവയുടെ അരികെ വെച്ചു തന്നെ അവളെ കണ്ടു. സാറയുടെ ദാസിയായ ആഗാറെ, നീ എവിടെ നിന്നും വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു. അതിന് അവൾ, ആഗാറ്, ഞാൻ എൻ്റെ യജമാനത്തിയെ സാറയെ വിട്ട് ഓടിപ്പോകുന്നു എന്ന് പറഞ്ഞു. യഹോവയുടെ ദൂതൻ അവളോട്, നിന്റെ യജമാനത്തിയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവൾക്ക് കീഴടങ്ങിയിരിക്കുക എന്ന് കൽപ്പിച്ചു. പ്രൈസ് ദ ലോർഡ്. എത്രയോ അതിമനോഹരമായൊരു തിരുവചനമാണ്. ആഹാർ എന്ത് ചെയ്യുവാനറിയാവോ? അവൾക്ക് സഹിക്കുവാൻ കഴിയുന്ന അപ്പുറമായ പ്രതിസന്ധി നേരിട്ടപ്പോൾ, ഓർക്കണം, ആഹാർ ഗർഭിണിയും കൂടിയാണ്. അതിൻ്റെ സാഹചര്യം കുറച്ച് പശ്ചാത്തലം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ വചനത്തിലേക്ക് വചനം ഞാൻ പറയാം. പ്രിയരെ, ഒരിക്കൽ അബ്രഹാമും സാറയും കൂടെ എന്ത് ചെയ്തെന്നറിയാവോ? മിസ്രൈമിലേക്കൊന്ന് ഇറങ്ങിപ്പോയി. ദൈവത്തിൻ്റെ ആലോചന കേൾക്കാതെയും ദൈവീയ ആലോചനയ്ക്ക് കാതോർക്കുവാൻ സമയം കൊടുക്കാതെയും ഈ സാറയും അബ്രഹാമും കൂടെ അടയ്ക്കേണ്ട ഒരു ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. ഇവരെൻ്റെ അത് മിസ്രൈമിലേക്ക് പോയി. മിസ്രൈമിൽ പോയി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം ലഭിച്ചൊരു ദാസി പെൺകുട്ടി, ഒരു അടിമ പെൺകുട്ടിയാണ് ഈ ആഗാർ. എന്നാൽ ആഗാർ ഇവരുടെ ഒപ്പം കൂടി ഇവരുടെ വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ അനുഷ്ഠിച്ചു പോന്നു. ആഗാറും ദൈവത്തെ കണ്ടു എന്നാണ് ബൈബിളിൽ ഇവിടെ 16-ാം അധ്യായം അവൾ പറഞ്ഞൊരു വാക്കൂടെ, എന്നെ കണ്ടവനെ ഞാൻ ഇവിടെയും കണ്ടു. പ്രൈസ് ദി ലോർഡ്. അന്ന് എങ്ങനെ കണ്ടു എന്ന് ചോദിച്ചാൽ അബ്രഹാമിലും സാറയിലൂടെ ആയിരിക്കും ആഗാർ ഒരു പക്ഷേ യഹോവയെ അറിഞ്ഞത് എന്ന് എനിക്ക് തോന്നുന്നു. എങ്കിലും എൻ്റെ വിഷയം അതല്ല.
ഈ ആകാറിൻ്റേത്. പിന്നെ സാറയുടെ വാക്ക് മുഖാന്തരം ആകാറിനെ ദാസി പെൺകുട്ടിയെ, അടിമ പെൺകുട്ടിയെ അബ്രഹാമിന് ഭാര്യയായി സാറ കൊടുക്കുന്നു. അങ്ങനെ ഈ അടിമ പെൺകുട്ടിയായ ആകാറിൽ ഈ സഹോദരിൽ തലമുറ ഉണ്ടാകുന്നു. ഇത് കണ്ടപ്പോൾ സാറയ്ക്ക് ഉള്ളിൽ വളരെ ദുഃഖവും വിഷമവും ഇതൊക്കെ നേരിടുകയും അങ്ങനെ അബ്രഹാമിനും ആഹാറിനെതിരെ വലിയ വിഷയങ്ങൾ സൃഷ്ടിക്കുകയും ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ ഇടയായിത്തീർന്നു. ആ സമയത്ത് പ്രശ്നം അടിക്കടി കൂടുന്ന സമയത്ത് സാറയിൽ നിന്നുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന മുഖാന്തരം സഹിക്കുവാൻ കഴിയാതെ നിറവയറുമായി ആകാർ എന്ത് ചെയ്യുവാനറിയാവോ? ഓടി രക്ഷപ്പെടുകയാണ്. കാരണം അവൾക്ക് സഹിക്കുന്നതിനപ്പുറം പരമാവധി അളവോളം അവൾ സഹിച്ചു. അതിനപ്പുറമായുള്ള കഠിനമായ ശോധനകളാണ്. നിങ്ങൾ 16 1 വായിച്ചറിയാം. സാറ് എപ്പോഴും ആകാറിനെ നിന്ദിച്ചുകൊണ്ടിരുന്നു, എപ്പോഴും അവളെ ഉപദേശിച്ചുകൊണ്ടിരുന്നു, എപ്പോഴും അവളെ പരിഹസിച്ചുകൊണ്ടിരുന്നു, എപ്പോഴും അവളെ അപമാനിച്ചുകൊണ്ടിരുന്നു. സാറേ നിന്ന് നേരിടുന്ന പ്രതിസന്ധികൾ സഹിക്കുവാൻ കഴിയാതെ ആകാർ ഓടി അകലുക. എവിടുന്ന്? ഈ പ്രതിസന്ധിയിൽ നിന്നും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഓടി അകലുന്ന ഈ ആകാർ നിറവയറുകളോടെ സൂർ എന്ന മരുഭൂമിയിലേക്ക് എത്തിച്ചേരുക. അവിടെ വെച്ച് ദൈവം അവളോട് ഇടപെടുന്ന ആ ഒരു ഭാഗമാണ് നാം ഇപ്പോൾ വായിച്ചത്. ഉൽപ്പത്തി പുസ്തകം 16 അധ്യായത്തിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവളെ വിട്ട് ഓടിപ്പോയി. പിന്നെ യഹോവയുടെ ദൂതൻ 7, 8, 9 വാക്യങ്ങൾ. ഉൽപ്പത്തി 16 7, 8, 9. അവളെ വിട്ട് ഓടിപ്പോയി. പിന്നെ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ നീരുറവൽ അരികെ, സൂര്യന് പോകുന്ന വഴിയെ നീരുറവൽ അരികിൽ വെച്ച് തന്നെ അവളെ കണ്ടു. സാറയുടെ ദാസിയായ ആഗാർ, നീ എവിടെ നിന്നും വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു. അതിന് അവൾ, ഞാൻ എൻ്റെ യജമാനത്തിയ സാറയെ വിട്ട് ഓടിപ്പോകുന്നു. ഇന്ന് നമ്മളും ഇങ്ങനെയാണ് മക്കളെ, സഹോദരങ്ങളെ. പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. എന്നാൽ ദൈവം പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. ആഹാറിനെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. പ്രശ്നത്തിൽ നിന്ന് ഓടിപ്പോകുകയല്ല ആഹാരം ചെയ്യേണ്ടത്. ആ പ്രശ്നത്തിൻ്റെ നടുവിൽ കീഴടങ്ങിയിരിക്കണം. എന്തുകൊണ്ടായിരിക്കും ദൈവം അത്രയും അങ്ങനെ ആഹാറിനോട് പറഞ്ഞത്? സഖി കെട്ടിട്ടാണ് ആഹാർ ജീവരക്ഷയ്ക്ക് വേണ്ടി തൻ്റെ മകൻ എന്തെങ്കിലും അപകടമുണ്ടാകുമോ, എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ ഭയപ്പെട്ട് ആഹ്ലാദി പിടിച്ച ആ മാതാവ് ഓടി രക്ഷപ്പെടുന്ന സമയത്ത് ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞു, നീ പോയി ആ സാറയ്ക്ക് കീഴടങ്ങാൻ. അവിടുത്തെ പ്രതിസന്ധി സഹിക്കാൻ കഴിയാതെ, അവിടുത്തെ ആ പ്രശ്നം സഹിക്കാൻ കഴിയാതെയാണ് അവിടെ നിന്ന് ഓടി വന്ന ആകാറിനോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, നീ പോയി വീണ്ടും അവിടെ പോകണം. എൻ്റെ ഒരു കഷ്ടതയല്ലേ. തീർന്നു എന്നെ വിധിയെഴുതുന്ന സമയത്ത് ചിലർ പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ ദൈവമേ, ഈ രോഗം എന്നെയും കൊണ്ടാണ് പോകുള്ളത്, ഈ പ്രയാസം എന്നെയും കൊണ്ടേ പോകുള്ളത്, ഈ ശോധന എന്നെയും കൊണ്ടാണ് പോകുള്ളത്, ഇതിനൊരു അറുതിയില്ലേ. ചിലരൊക്കെ പറയുന്നതാണ്. ദൈവമക്കളെ, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എൻ്റെ കുഞ്ഞുങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്രശ്നത്തിന് നമ്മളല്ല ഓടി മറിയേണ്ടത്, പ്രശ്നം നമ്മളിൽ നിന്ന് ഓടി മറിയണം. ഞാൻ പറഞ്ഞത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? പ്രശ്നത്തെ കണ്ട് നമ്മളല്ല ഓടി മറിയേണ്ടത്, പ്രശ്നം നമ്മളെ കണ്ട് ഓടി മറിയണം. ഹല്ലേലൂയ! എത്ര പേർക്ക് അത് കഴിയും? ആകാർ ആ പ്രശ്നത്തിൻ്റെ നടുവിൽ ഓടുക. അവൾ ഓടി ഓർക്കണം, അവൾക്ക് പ്രസവത്തിനുള്ള സമയവും അടുത്തു. ആ ആകാർ തൻ്റെ വയറ്റിൽ നിറവയറോടെ അവൾ ഓടി രക്ഷപ്പെടുക ആ പ്രതിസന്ധിയിൽ നിന്ന്. വീണ്ടും ദൈവത്തിൻ്റെ ദൂതൻ പറയും അവിടെ പോകാൻ. ഞാൻ നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾ ഉപദേശിക്കുന്നവൻ്റെ അടുത്ത് പോയി വീണ്ടും പോകാൻ പറഞ്ഞാൽ നിങ്ങൾ പോകുമോ? നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ എൻ്റെ പ്രിയ സഹോദരങ്ങളെ. നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. കാരണം നമ്മൾ തന്നെ പറഞ്ഞു, എൻ്റെ ഏമേ അവനെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാറുണ്ട്. ആ വ്യക്തിയുടെ അടുത്ത് വീണ്ടും പോകുവാൻ ദൈവം പറയാ. നീ എവിടെ നിന്ന് വന്നോ ആ പ്രതിസന്ധിയുടെ അടുത്തേക്ക് വീണ്ടും പോകാൻ ദൈവം പറഞ്ഞു. എൻ്റെ ഒരു ദൈവമാണല്ലേ. ദൈവം ചിലത് നിന്നെ പറഞ്ഞു വിട്ട് അതിൻ്റെ നടുവിലൊരു വിടുതലുണ്ട്. ദൈവം ഒന്നും ഉദ്ദേശിക്കാതെ ഒന്നും
പറയുന്നവനല്ല. അത് മനസ്സിലാക്കുക. ആകാർ എന്തുകൊണ്ട് ദൈവത്തോട് മറുതലിച്ചില്ല? നമ്മളാണെങ്കിൽ മറുതലിക്കില്ല. എൻ്റെ ദൈവം എനിക്ക് ആ പ്രശ്നത്തെ സഹിക്കാൻ പറ്റുന്നില്ല, എൻ്റെ വീണ്ടും നീ എനിക്ക് ആ കഷ്ടത തന്നെ വരുത്തുവാണോ? വീണ്ടും എന്നെ ആ ശോധനയിലേക്ക് നീ വലിച്ചെറുക്കുകയാണോ? വീണ്ടും എന്നെ ആ പ്രതിസന്ധിയുടെ നടുവിലേക്ക് തള്ളിയിടുകയാണോ കർത്താവേ? സങ്കീർത്തനക്കാരൻ പറഞ്ഞോളെ, കഷ്ടയുടെ സമയത്ത് യഹോവ നീ എന്നെ മറന്നുപോയോ? ദൈവം മറന്നുപോയിട്ടല്ല മക്കളെ, നിന്റെ പ്രതിസന്ധി കണ്ടിട്ടും കാണാതെ ഇരിക്കുന്നത് കൊണ്ടുമല്ല, നീ സഹിച്ചതെല്ലാം അവൻ അറിഞ്ഞിട്ടും അറിയാത്തവനായി നടിക്കുന്നതുമല്ല. നിന്നിലൂടെ നിന്റെ തലമുറകളിലൂടെ ഒരു വാഗ്ദത്തം പുറത്തു വരണമെങ്കിൽ നീ ആ പ്രതിസന്ധിയുടെ മുമ്പിൽ കീഴടങ്ങണം. പ്രൈസ് ദ ലോർഡ്. നിന്റെ വാഗ്ദത്തം നിറവേറണമെങ്കിൽ ആ പ്രയാസത്തിന്റെ മുമ്പിൽ, ആ ശോധനയുടെ മുമ്പിൽ, ആ കഷ്ടയുടെ മുമ്പിൽ നീ കീഴടങ്ങിയിരിക്കണം. വാഗ്ദത്തം നിറവേറണ്ടേ? വാഗ്ദത്തം നിറവേറണമെങ്കിൽ ദൈവ പൈതലേ, ദൈവ കുഞ്ഞെ, നീ എന്ത് ചെയ്യണം? ദൈവസന്നിധി കീഴടങ്ങണം. തക്ക സമയത്ത് അവൻ നിന്നെ ഉയർത്തേണ്ട ബലമുള്ള യഹോവ ദൈവത്തിന്റെ കാര്യങ്ങൾ താനിരിപ്പി നിങ്ങളെ സകല ചിന്താകുലം അവന്റെ മേൽ ഇട്ടുകൊള്ളുകയും 1 പത്രോസിന്റെ ലേഖനം 5-6 തിരുവചനം, നിന്റെ ഭാരങ്ങൾ യഹോവ മേൽ വെച്ചുകൊള്ളുക, അവൻ എന്നെ പുലർത്തും. ദൈവമക്കളെ, നമ്മുടെ പ്രയാസങ്ങൾ ദൈവത്തിന് ഇറക്കി വെക്കണം. ആകാർ എന്ത് ചെയ്തു? ആകാറിനോട് ദൈവം ചോദിക്കുക, നീ എങ്ങോട്ടാ ഓടിപ്പോണത്? ഈ പ്രതിസന്ധിയെ നിന്നെ എങ്ങോട്ട് ഓടിപ്പോണാകാറെ? അവൾ പറഞ്ഞ, എൻ്റെ യജമാനത്തിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ട് ഓടുകയാണ്. ദൈവം പറയുക, വീണ്ടും പോകാൻ. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടായിരിക്കും ദൈവം പറഞ്ഞത് അങ്ങനെ? 10-ാം വാക്യം, യഹോവയുടെ ദൂതൻ പിന്നെയും അവളോട്, ഞാൻ നിന്റെ സന്തതിയെ ഏറ്റവും വർദ്ധിപ്പിക്കും, അത് എണ്ണിക്കൂടാതെ വനം പെരുക്കമായിരിക്കും. നീ ഗർഭിണിയല്ലോ, നീ ഒരു മകനെ പ്രസവിക്കും. യഹോവ നിന്റെ സങ്കടം കേൾക്കൊണ്ട് അവന് ഇസ്മേൽ എന്നെ പേര് വിളിക്കണം. അവൻ കാട്ടുകഴുതെ പോലുള്ള മനുഷ്യനായിരിക്കും. അവൻ്റെ കൈ എല്ലാവർക്കും വിരോധമായി, എല്ലാവരും കൈ അവന് വിരോധമായിരിക്കും. അവൻ തൻ്റെ സകല സഹോദരന്മാർക്കും എതിരെ പാർക്കുമെന്ന് അരുളി ചെയ്തു. എന്നാറെ അവൾ, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുപോ എന്ന് പറഞ്ഞു. തന്നോട് അരുളി ചെയ്ത യഹോവയ്ക്ക്, ദൈവമേ, നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു. അതുകൊണ്ട് ആ കിണറിന് ബേർ എലാഹി എരോഹി എന്ന് പേരായി. അത് കദേശത്തിനും ബേദേറിനും മധ്യയിരിക്കുന്നു. പിന്നെ ആകാർ അബ്രഹാമിനൊരു മകനെ പ്രസവിച്ചു. ആകാർ പ്രസവിച്ച തൻ്റെ മകന് അബ്രഹാം ഇസ്മേൽ എന്ന് പേരിട്ടു. ആകാർ അബ്രഹാമിനും ഇസ്മേലിനെ പ്രസവിച്ചപ്പോൾ അബ്രഹാമിന് 86 വയസ്സായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രതിസന്ധിയിൽ നിന്ന് ഓടി അകലാനല്ല ആകാറിൻ്റെ സ്റ്റോറി നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവം പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാവോ? ആ പ്രതിസന്ധികളെ കീഴടക്കാനാണ്. ഒരിക്കലും പേടിച്ചു പോകരുത്. ജീവിതത്തിൽ നേരിടുന്ന ചെറിയതും വലിയതുമായ ശോധനകളും കഷ്ടതകളും തളർന്നു പോകരുത്. തളർന്നു പോയാൽ എപ്പോഴും തളരുവാനാണ് നമുക്ക് കഴിയുള്ളത്. ഒരിക്കലും ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ തളർന്നു പോകുവാനല്ല നമ്മളെ യേശുക്രിസ്തു പഠിപ്പിച്ച, അതിനെ അതിജീവിക്കാനാണ്. പലപ്പോഴും നമുക്കത് സാധിക്കാത്തതിൻ്റെ കാരണം നമ്മളെ മനസ്സിനോട് നമ്മൾ തന്നെ പറഞ്ഞിരിക്കുക, അയ്യോ എനിക്ക് ഇത്രമേ കഴിയുള്ളത്, എനിക്ക് പുറത്തു വരാൻ കഴിയില്ല, എനിക്ക് അതിനൊന്നും അതിജീവിക്കാൻ കഴിയില്ല എന്നുള്ളൊരു ചിന്ത നമ്മളെ ഉള്ളിൽ വരണോട് നമ്മളെ മനസ്സിനെ കൊണ്ട് പറയണം. നമ്മുടെ കൂടെയുള്ളവൻ ആരാണുള്ളൊരു ഉറപ്പ് വേണ്ട പ്രിയരെ. നമ്മളെ കൂടെ ദൈവം ഒരു ആലോചന പറഞ്ഞപ്പോൾ വേണമെങ്കിൽ ആകാറിന് പറയാം, എൻ്റെ ദൈവമേ, ഞാൻ അവിടുത്തെ കഷ്ടത സഹിക്കുവാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ഓടി ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നീ എന്നോട് വീണ്ടും പറയുകയാണോ ആ സഹോദരിയുടെ മുമ്പിൽ പോയി കീഴടങ്ങാൻ? ദൈവം പറഞ്ഞ എന്താ ആകാറിനോട്? 8-ാം വാക്യം, ഉൽപ്പത്തി പുസ്തകം 16:8, സാറയുടെ ദാസിയായ ആകാറേ, നീ എവിടെ നിന്നും വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു. അതിന് ആകാർ, ഞാൻ എൻ്റെ യജമാനത്തിയെ സാറയെ വിട്ട് ഓടിപ്പോകുന്നു എന്ന് പറഞ്ഞു. യഹോവയുടെ ദൂതൻ അവളോട്, നിന്റെ യജമാനത്തിയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവൾക്ക് കീഴടങ്ങിയിരിക്കുക എന്ന് കൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. പലരും നമ്മളെ ജീവിതത്തിൽ നേരിടുന്ന ചെറിയതും വലുതുമായ പ്രതിസന്ധിയുടെ നടുവിൽ ഓടി അകലുകയാണ്.
എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കർത്താവേ. അതിനോട് പോരാടുവാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? നമ്മളെല്ലാവരും അങ്ങനെ പറയുന്നു. എന്തുകൊണ്ട് പ്രിയരെ? നമുക്ക് കഴിയാത്തതായി എന്താ ഈ ഉലകത്തിലുള്ളത്? നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് എന്തിനും നേടുവാൻ കഴിയും. ദൈവം ഞാൻ നിങ്ങൾ നിങ്ങൾ പ്രതിസന്ധികൾ ഏറുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് ഓടി മറിയല്ല ചെയ്യണം, അതിനെ അതിജീവിക്കാൻ പഠിക്കണം. ഒരു കടഭാരം ഏറട്ടെ, ഉടനെ ജീവിതം അന്ന് അവസാനിക്കുവാൻ വിധിയരുതരുത്. ആകാറിനെ പോലെ ഇനി മരണം മാത്രം മതി എന്ന് പറഞ്ഞ് എങ്ങോട്ടെങ്കിലും ഓടിപ്പോവുകയല്ല ചെയ്യേണ്ടത്. ജീവിതത്തിൽ ഇതുപോലെയുള്ള പല 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 പ്രശ്നങ്ങൾ വരും. അതെല്ലാം അതിജീവിക്കണം. തളർന്നു പോകരുത്. ജീവിതത്തിൽ നമുക്ക് സഹിക്കുവാൻ കഴിയുന്നതിനപ്പുറമായുള്ള വലിയ വലിയ ശോധനകൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ എല്ലാം നമ്മളെ ജീവിതത്തിൽ വരും. എൻ്റെ ദൈവ സഹോദരങ്ങളെ, അതിനെല്ലാം അതിജീവിക്കാൻ പഠിക്കണം. അല്ലാതെ പ്രശ്നത്തിൽ നിന്നും ആകാറിനെ പോലെ ഓടി അകല അല്ല ചെയ്യേണ്ടത്. അതപ്പോൾ ഓടി അകല അനേകരുണ്ട്. നമ്മളെ നഹോമിയും എൻ്റെ മക്കളും കൂടെ എന്ത് ചെയ്തു? മോഹാമിലേക്ക് ഓടിപ്പോയി. ബേത്ലഹേമിൽ എന്ത് ചെയ്തു? അപ്പം തീർന്നപ്പോൾ എന്ത് ചെയ്ത്? പട്ടിണി കിടക്കാണ്ടാണ് ഓർത്തിട്ട് എന്ത് ചെയ്ത്? ഓടി എങ്ങോട്ട് പോയി? മോഹാമ് ദേശത്തേക്ക് പോയി. ജൂത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം. അങ്ങനെ മോഹാമിൽ പോയി അവിടെ ചെന്ന് കുറേ നഷ്ടങ്ങളുണ്ടായി. നഹോമിയുടെ ജീവിതത്തിൽ രണ്ട് മക്കൾ നഷ്ടപ്പെട്ടു. ചിലത് നേടിപ്പോയത് അവള്, ചിലതിന് ഓടിപ്പോയത്. പക്ഷേ എൻ്റെ അവൾക്ക് ചില നഷ്ടമായി. അതുപോലെ തന്നെ എൻ്റെ വചനം വായിക്കുമ്പോൾ തൻ്റെ രണ്ട് മരുമക്കൾ, തൻ്റെ ഹസ്ബൻഡ് മരിച്ചു, നഹോമിയുടെ ഹസ്ബൻഡ് മരിക്കുന്നു, കുഞ്ഞുങ്ങൾ മരിക്കുന്നു. അതിൻ്റെ 2 മരുമക്കളുമായി അവൾ ഒറ്റയ്ക്ക് ശേഷിച്ചു. അങ്ങനെ പകുതി വെച്ച് തൻ്റെ മകളായ ഓർപ്പ അവളെ വിട്ട് പിരിഞ്ഞു പോകുന്നു. രൂത്ത് അവളോട് ചേർന്ന് നിൽക്കണം. അങ്ങനെ ഒന്നുമില്ലാത്തവളായ നഹോമി അങ്ങനെ ഇരിക്കുമ്പോൾ നഷ്ടങ്ങളുടെ കൂമ്പാർത്തി ജീവിതത്തിൽ ആ പ്രതിസന്ധികളൊന്നും നഹോമി തളർന്നു പോയില്ല. രൂത്തും നഹോമിയോട് കൂടെ ചേർന്ന് നിന്നു. നോക്കൂ, ജാതീയ സ്ത്രീയായ രൂത്തും അവളോട് അമ്മായിയമ്മയുടെ ഒപ്പം ചേർന്ന് നിന്നു. അവൾ പലപ്പോഴും അമ്മായിയമ്മയെ വീക്ഷിക്കുമായിരുന്നു. എന്തിനാണെന്നറിയാം? അമ്മായിയമ്മയെ തമ്മിലടിക്കാൻ വേണ്ടി അല്ലായിരുന്നു രൂത്തും നഹോമിയും എപ്പോഴും. അവർ തമ്മിൽ എപ്പോഴും നല്ല ഐക്യതയായിരുന്നു. പ്രതിസന്ധികൾ നടുവിൽ അമ്മായിയമ്മ മകൾ സഹായിക്കും. മകൾക്കൊരു വിഷയം വരുമ്പോൾ അമ്മായിയമ്മ സഹായിക്കും. ഇന്ന് ചില വീടുകൾ അങ്ങനെയല്ല, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. അപ്പോൾ അങ്ങനെയല്ലായിരുന്നു നഹോമിയും രൂത്തും. അങ്ങനെ ഇരുന്നപ്പോൾ എന്ത് ചെയ്യുന്നറിയാവോ? അങ്ങനെ ഇരിക്കുമ്പോൾ നഹോമി ഒരു ദൂത് കേൾക്കുന്നു. ബേത്ലഹേമിൽ വീണ്ടും ദൈവം അനുഗ്രഹിച്ചു. തിരിച്ച് ബേത്ലഹേമിലേക്ക് ചെല്ലുമ്പോൾ ഒന്നുമില്ലാത്തവളായാണ് ചെല്ലുന്നത്. പക്ഷേ രൂത്ത് ബോവാസിൻ്റെ വയലിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ദൈവം അവളെ അനുഗ്രഹിക്കുന്നു. കൊട്ട നിറച്ചും കൊണ്ട് വരുന്നു. അങ്ങനെ ബോവാസിൻ്റെ ഭാര്യയായി തീർന്നു. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ പറയാൻ കാരണം എന്താ? പ്രതിസന്ധികളിൽ ഓടിപ്പോയാൽ അനുഗ്രഹങ്ങൾക്ക് തടസ്സമാണത്. നിനക്ക് അനുഭവിക്കുന്ന ഈ ചെറിയതും വലുത്. നഹോമി വലിയ കഷ്ടങ്ങൾ സഹിച്ചു. തൻ്റെ മക്കൾ നഷ്ടപ്പെട്ടു, തൻ്റെ സമ്പാദ്യങ്ങൾ നഷ്ടപ്പെട്ടു, തനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, അവൾ ആ പ്രതിസന്ധികളിൽ പിടിച്ചു നിന്നു. നഹോമിയും രൂത്തും ആ പ്രതിസന്ധികളിൽ പിടിച്ചു ഓടി അകലുകയല്ല ചെയ്ത്. ആ പ്രതിസന്ധിയിൽ അവരെൻ്റെ ഉറച്ചു നിന്നു. അവർക്ക് സംഭവിച്ചു? പിൻകാലഘട്ടങ്ങളിൽ എൻ്റെ ദൈവം നഹോമി പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ഒന്നുമില്ലാത്തവളായി വന്നു. പക്ഷേ ആ ഒന്നുമില്ലാത്തവളായി ബേത്ലഹേമിലേക്ക് വന്നവളെ ദൈവം അനുഗ്രഹിച്ചതിൻ്റെ കാരണം എന്താണെന്ന്? പ്രതിസന്ധിയിൽ നിന്ന് അവൾ ഓടി മറിഞ്ഞില്ല, അതിനെ അതിജീവിച്ചു. എന്ത് നേരിട്ടാൽ അതിനെ അതിജീവിക്കാനുള്ള മനോഭാവം നമ്മളിൽ വേണം. ഹല്ലേലൂയ. അതപ്പോഴാണ് മോസസ് മിസ്രൈമിൽ നിന്നും 10 വാതകൾ അയച്ചു ഫറവോന്റെ കയ്യിൽ നിന്നും ജനത്തെ പിടിപ്പിച്ചുകൊണ്ട് ചെങ്കടലിൻ്റെ അവിടെ എത്തി. അങ്ങനെ ചെങ്കടലിൻ്റെ അവിടെ വന്ന് ജനങ്ങളെല്ലാം ഉറങ്ങി. പിറ്റേ ദിവസം പ്രഭാതത്തിൽ തല പൊക്കി നോക്കുക, ഇതാ വിട്ടാവന്മാരെ വീണ്ടും പുറകെ വന്നിട്ടുണ്ട്. പൊക്കോ മക്കളെന്ന് പറഞ്ഞ് വിട്ടതാ, വീണ്ടും പുറകെ വന്നിട്ടുണ്ട്. ചിലവരൊക്കെ പറയും, എൻ്റെ ദൈവമേ ഈ പ്രശ്നം ഇതുവരെ തീർന്നില്ലേ?
ചിലരൊക്കെ ഞാൻ പറഞ്ഞേ എൻ്റെ ഏമേ ഈ പ്രശ്നം തീർന്നു, ജീവിച്ച് തീർന്നു എന്ന് ഞാൻ വിചാരിച്ച അത് വീണ്ടും തല പൊക്കി വരുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാം പലപ്പോഴും പറയാറില്ലേ, അയ്യോ ആ പ്രശ്നം വീണ്ടും തല പൊക്കി വരുന്നു. എന്നാൽ ദൈവം പറയുകയാണ്, അങ്ങനെ അവർ തലപൊക്ക് ഫറവോനും സൈന്യം അവർക്ക് നേരെ വരുന്നു. മുമ്പിൽ ചെങ്കടൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വലിയൊരു പ്രതിസന്ധിയുടെ നടുവിൽ ഭക്തന്റെ കൂടെ വിശ്വാസത്തെ ഇറങ്ങി വന്ന ഇസ്രായേൽ ജനതകൾ നിൽക്കുക. മുമ്പോട്ട് പോയാൽ വെള്ളത്തിൽ വീണ് മരിക്കും, പുറകോട്ട് പോയാൽ ഫറവോന്റെ കയ്യിൽ മരിക്കും. അത് കണ്ടുകൊണ്ടാണ് ജനം പറഞ്ഞത്, മിസ്രൈമിൽ അനേകം മരിക്കാൻ കല്ലറിയില്ലാത്തത് കൊണ്ടാണ് പ്രവാചക ഈ മരുഭൂമി ഞങ്ങളെ കൊണ്ടുവന്നത്. നമ്മൾ പലപ്പോഴും അത് വേറെ രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെ അവർ ആ മരുഭൂമി കിടന്ന് പിറുപിറുക്കാൻ കാരണം എന്താ അറിയാമോ? പുറകോട്ട് പോയ ഫറവോന്റെ കയ്യാ മരിക്കും, മുമ്പോട്ട് പോയ ചെങ്കടലിൽ വീണ് മരിക്കും. എങ്ങോട്ട് പോകണമെന്നറിയാതെ സകല വാതിലുകളും അവരുടെ മുമ്പിൽ കോട്ടിയടയപ്പെട്ടു. മരണം മാത്രമേ ഇനി മുമ്പിലുള്ളത്, ഇനി ഞങ്ങൾക്കൊരു രക്ഷയില്ലെന്ന് അവർ ഹൃദയത്തിൽ നിനച്ച സമയത്ത് ഭക്തനായ മോസസ് ആ പ്രതിസന്ധിയിൽ നിന്ന് ഓടി മറിയുവാനല്ല ആഗ്രഹിച്ചത്. ഭക്തനായ മോസസ് ആ പ്രതിസന്ധിന് നടുവിലെ മുഴങ്കാലിലും മട്ടക്കി ദൈവത്തോട് ആലോചന വെച്ചു. ദൈവം പറഞ്ഞടാ മോനെ, നിന്റെ കൈക്ക് വടിയെടുത്ത് ചെങ്കടലിൽ നീട്ടാൻ പറഞ്ഞു. ദൈവം പലപ്പോഴും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രതിസന്ധികളിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന് ഓടി അകലാനല്ല, അതിനെ അതിജീവിക്കണം. എത്ര വലിയ പ്രശ്നമാകട്ടെ, നിനക്ക് സഹിക്കുവാൻ കഴിയാത്തതുമാകട്ടെ, നിനക്ക് അതിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്തതുമാകട്ടെ, അതിനെ അതിജീവിക്കാനാണ് വചനം പഠിപ്പിക്കുന്നത്. പുറകില് ഫറവോനുണ്ടോ എന്നല്ല, മുമ്പിൽ ചെങ്കടൽ എന്നുള്ളല്ല, അതിൻ്റെ അതിജീവിക്കാനുള്ള അധികാരം നിന്റെ കരങ്ങളിലുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, പ്രശ്നങ്ങളെ കണ്ട് ഭയപ്പെട്ട് ഓടി അകലുന്നവരാണോ നിങ്ങൾ? പ്രതിസന്ധികളിൽ നിന്ന് ഓടി അകലുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ദൈവവചനം നമ്മോട് പറയുന്നു, പ്രശ്നങ്ങളിൽ നിന്ന് ഓടി അകലരുത്. ജനമെല്ലാം ഓടി വിറച്ച് അകന്നു. മോസസ് ഓടിപ്പോയില്ല, കാരണം വാഗ്ദത്തം കേട്ടവന് ഉറപ്പുണ്ട്. ഇവിടം വരെ ഫറവോന്റെ കയ്യിൽ നിന്നും ജനത്തെ വിടുവിച്ച് കൊണ്ടുവന്ന ദൈവത്തിന് ഈ ചെങ്കടലിന്റെ നടുവിലും ഈ ജനത്തെ വെറുതെ അവർക്ക് വേണ്ടി വരുത്തിയെടുക്കാൻ ദൈവം വിശുദ്ധനാണെന്നൊരു ഉറപ്പ് വേണം. മരണം മാത്രം മുമ്പിൽ കണ്ടുകൊണ്ട് നാളുകൾ യാത്ര എണ്ണിത്തീർക്കുന്ന ജനത്തോട് മോസസ് ഒന്നും പറഞ്ഞ ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി കാണുകയില്ല. പക്ഷേ നോക്കൂ, അവരെ വിട്ടതാണ്, വീണ്ടും ആ പ്രശ്നം വരിക. പലപ്പോഴും നമ്മൾ പറയും, ഈ പ്രശ്നത്തിനൊരു അറുതിയില്ല കർത്താവേ, തീർന്നു എന്ന് വിചാരിക്കണം, വീണ്ടും വരുവാണല്ലോ. പ്രശ്നത്തിന് ഓടി അകലരുത്. മോസസ് അന്ന് പ്രാർത്ഥിച്ചു, അന്ന് യാത്രയ്ക്ക് ഇരക്കത്തടിപ്പിച്ച് ദൈവം അവിടെ ചെങ്കടൽ വിവാഹിച്ചൊരു വഴി തുറന്നു. അവർ അതിലൂടെ അക്കരെ കടന്നു. ദൈവം അവരെ വിടിവിച്ചു. പ്രതിസന്ധികളെ അതിജീവിക്കാനാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. ഒരു ദിവസം യേശുവും ശിഷ്യന്മാരും കൂടെ അക്കരെ പോയി. തിരമാലകൾ കൊണ്ട് പടക് ആഞ്ഞടിച്ചപ്പോൾ ദൈവം പറഞ്ഞു, യേശുവിൻ്റെ അടുത്ത് തന്നെ പത്രോസ് പറഞ്ഞൊരു കാര്യം, നാഥാ ഞങ്ങൾ നശിച്ചു പോകുന്നത് ഞങ്ങളെക്കുറിച്ച് ചിന്തയില്ല. ലൂക്കോസ് സുവിശേഷം 8:23 വാക്യം. ഞങ്ങൾ നശിച്ചു പോണല്ല വിചാരമില്ല. ഉടനെ യേശു എന്നിട്ട് അല്പവിശ്വാസികളെന്നൊക്കെ പറഞ്ഞു. യേശു പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയാമോ? യേശു അതിലൂടെ ഉദ്ദേശിച്ച് നമ്മൾ ഈ പ്രതിസന്ധികൾ അതിജീവിക്കണം. ഓടി അകലെയല്ല ചെയ്യേണ്ടത്. നിസ്സാര വിഷയങ്ങൾക്ക് പോലും അടിയറവ് വെക്കേണ്ടവരല്ല ദൈവമക്കള്. ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ അതിനു മുമ്പ് മുഴങ്കാലിന് മടക്കി കുഞ്ഞു പിള്ളേർ കരയുന്ന പോലെ ചുമ്മാ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കാതെ ചാടി കഴിഞ്ഞിട്ട് പ്രവർത്തിക്കുക. പുറപ്പാട് പുസ്തകം 14-15 വാക്യം. യഹോവയുടെ മുമ്പിൽ കരഞ്ഞ മോസസിനോട് ദൈവം പറയും, നീ എന്തിനാ എന്നോട് കരയണത്? ഇന്നും ചിലർ കരഞ്ഞോണ്ടിരിക്കും, അയ്യോ എൻ്റെ പ്രശ്നം തീരുന്നില്ലേ. എൻ്റെ പൊന്നു മക്കളെ, പ്രശ്നം തീരുവോ തീരാതിരിക്കട്ടെ, ആ പ്രശ്നത്തെ അതിജീവിക്കുന്നേ. അല്ലാതെ ആ പ്രശ്നത്തെ നോക്കി ഈ കുഞ്ഞു പിള്ളേർ കരയണ പോലെ ഇരുന്ന് കരയാതെ ആ പ്രശ്നത്തെ അതിജീവിക്കാനുള്ള ആത്മബലം പ്രാപിക്കുക.
പ്രശ്നങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. ആ പ്രശ്നത്തെ അതിജീവിച്ച് മുമ്പോട്ട് അനുഗ്രഹങ്ങൾ പ്രാപിക്കണം. പ്രശ്നങ്ങൾ തീരണം പറഞ്ഞാൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. ഒരു പ്രശ്നം പോയാൽ അടുത്ത പ്രശ്നം വരും, അടുത്ത പ്രശ്നം പോയാൽ അതിനേക്കാൾ 7 മടങ്ങുള്ള പ്രശ്നങ്ങൾ വരും. എപ്പോഴും പ്രശ്നം മാറണം പറഞ്ഞോ ഓർത്തിട്ട് കാര്യമുണ്ടോ? പ്രശ്നത്തെ അതിജീവിക്കണം നിങ്ങൾ. ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കണത് യേശുക്രിസ്തു പറഞ്ഞതുപോലെ നമ്മൾ പ്രശ്നങ്ങൾ അതിജീവിക്കുക. അതാണ് നമ്മുടെ ആകാറിൻ്റെ സ്റ്റോറി നമ്മളെ പഠിപ്പിക്കുന്നത്. ആ പ്രശ്നത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങിയിരിക്കുക. ആ പ്രശ്നത്തിൻ്റെ നടുവിലേക്ക് വീണ്ടും നമ്മളെൻ്റെ ആഴ്ന്നിറങ്ങി. എന്താണെന്നറിയാവോ? ആ പ്രശ്നത്തിൽ നിന്ന് നീ പുറത്തു വരുമ്പോൾ ഒരു വിടുതലുണ്ട്, ഒരു അനുഗ്രഹം ദൈവം മാറ്റി വെച്ചിട്ടുണ്ട്. പോയി നീ സാറയ്ക്ക് വീണ്ടും കീഴടങ്ങിയതിൻ്റെ വേദന ഇതുവരെ ആകാറിൻ്റെ ജീവിതത്തിൽ മാറിയിട്ടില്ല. ഇനിയും പോയി കീഴടങ്ങാൻ. ഞാൻ ചില സമയത്ത് എന്നാ ഗൂരനായ ദൈവമാണ്. കാരണം സഹികെട്ട് വേദന സഹിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ആകാർ ഓടിപ്പോണത് പ്രതിസന്ധിയിൽ നിന്നും. അപ്പോൾ ആ ആകാറിനോട് പറയാം വീണ്ടും പോകാൻ, ആ പ്രതിസന്ധിയുടെ ആ കഷ്ടതയുടെ അടുത്തേക്ക്, ആ പ്രതിസന്ധിയുടെ അടുത്തേക്ക് വീണ്ടും പോകാൻ ദൈവാത്മാവ് പറയുന്നു, ദൂതൻ. ഞാനാണെങ്കിൽ പോകില്ല കേട്ടോ, വീണ്ടും ആ കഷ്ടതയിൽ പോയി കിടക്കണോ? ആ കഷ്ടതയൊട്ടും തീർന്നില്ല, ഈ കഷ്ടതയൊന്നും തീരുന്നില്ല എന്ന് പറഞ്ഞ എപ്പോഴും പിറുപിറുപ്പ്. ഹല്ലേലൂയ. അപ്പോൾ നോക്കുക, നമ്മൾ പ്രതിസന്ധികൾ ജീവിതത്തിൽ വരുമ്പോൾ നാം എന്ത് ചെയ്യണം? ഓടി അകലെയല്ല ചെയ്യേണ്ട പ്രിയരെ. ആ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ പഠിക്കുക. ആ പ്രശ്നങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? അതിജീവിക്കണം. നമുക്ക് കഴിയും പ്രിയരെ ആ പ്രതിസന്ധികളിൽ നിന്ന് പുറത്ത് വരുവാൻ. നമുക്ക് ഓരോരുത്തർക്കും കാര്യം. അതിന് നിങ്ങൾ ഓരോരുത്തർ എന്ത് ചെയ്യണമെന്നറിയാവോ? ആ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്ത് വരുവാൻ ശ്രമിക്കുക. പ്രശ്നങ്ങളിൽ നിന്ന് ഓടി അകലുന്ന കൊണ്ട് പ്രശ്നം മാറണം. ആ പ്രശ്നത്തെ അതിജീവിച്ച് നമ്മൾ ജയാളികളായിത്തീരണം. പലരും ജീവിതത്തിൽ പല പരാജയങ്ങൾ വരുമ്പോൾ, പല പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന് ഓടി അകലുകയാണ് ചെയ്യണത്. എന്നാൽ ദൈവം പറയുന്നത് എന്താണെന്നറിയാം? ഓടി അകലാനല്ല, അതിന് അതിജീവിക്കുക. ആകാർ വളരെ സങ്കടത്തോടെ ഓടുവാണ്. ആകാർ പോയി കീഴടങ്ങി. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. ഈ ഇസഹാക്കുണ്ടാക്കിയപ്പോൾ ആകാറിനെയും മകനെയും അബ്രഹാം അവിടെ നിന്ന് പുറത്താക്കിയ സമയത്ത് ദൈവവചനം ബാക്കി ഇങ്ങനെ കാണാം. അല്പം അടയും വെള്ളമൊക്കെ കൊടുത്ത് ഇവരെ ബെർശേബ മരുഭൂമിയിലേക്ക് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ ഇവർ പോണ സമയത്ത് മരുഭൂമിയിലെത്തിയപ്പോൾ ഇവർക്ക് അബ്രഹാം കൊടുത്തത് വെള്ളവും തുരുത്തിവെള്ളമെല്ലാം തീർന്നു. വളരെ മരുഭൂമിയിലൂടെ അവർ അലഞ്ഞു നടന്നു എന്നാണ് വചനം വായിക്കുന്നത്. അങ്ങനെ അലഞ്ഞു നടന്നപ്പോൾ തൻ്റെ കുഞ്ഞിനൊരു മുട്ടുകാട്ടി കെടുത്തിട്ട് ആകാർ പൊട്ടിക്കരയുക. ആ മാതാവിൻ്റെ ഹൃദയം പൊട്ടിക്കരയുക. കാരണം കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പും ഇതുപോലെ തന്നെ, ജനിച്ചു കഴിഞ്ഞപ്പോഴും ഇതുപോലെ തന്നെ. എൻ്റെ ദൈവം, എൻ്റെ പ്രതിസന്ധികൾക്കൊരു അറുതിയില്ലേ? വാക്തത്വമുണ്ട് തലമുറയുടെ മേല്, എല്ലാമുണ്ട്. പക്ഷേ ഒരു കാര്യം, അവൾ കരയുക, ദൈവമേ ഞാൻ അന്ന് നിറവയറോടെ ഈ മരുഭൂമിയിലേക്ക് ഓടി വന്നു, ഇന്ന് ഞാൻ എൻ്റെ മകനുമായി ഓടി വന്നു. ദൈവമേ അന്നും ഇന്നും എൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു അവസ്ഥയാണല്ലോ. ഈ പ്രയാസത്തിനൊരു അറുതിയില്ലേ? കുഞ്ഞെ, പ്രശ്നങ്ങൾക്ക് അറുതിയുണ്ട്. പക്ഷെ ആ പ്രശ്നത്തെ അതിജീവിക്കണം. ആ പ്രശ്നത്തിന് മുമ്പ് കീഴടങ്ങി ആകാറിന് എന്ത് ലഭിച്ചു എന്ന് എനിക്കറിയണ്ടേ? അതിൻ്റെ ഉൽപ്പത്തി 22-ാമത്തെ 10 മുതലുള്ള വാക്യങ്ങൾ വായിക്കണം. ആകാറിനെയും കുഞ്ഞിനെ അബ്രഹാമും സാറയും തള്ളിക്കളഞ്ഞുവെങ്കിലും അന്ന് അശൂർ മരുഭൂമിയിൽ കണ്ട ദൈവം എന്റേത് അവളെ തള്ളിക്കളഞ്ഞില്ല. കാരണം എന്താ? അവൾ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം പ്രതിസന്ധിയിൽ നിന്ന് ഓടിപ്പോകാതെ ദൈവത്തിൻ്റെ വചനപ്രകാരം അവൾ സാറയ്ക്ക് കീഴടങ്ങി അവളെയും അവളെ തലമുറയെയും വിടുവിക്കേണ്ട ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ അന്നിറങ്ങിയ ദൈവീയ ദൂതൻ വീണ്ടും ആ മരുഭൂമിയിൽ അവൾക്ക് വേണ്ടി ഇറങ്ങിയെന്നല്ല, കുഞ്ഞിന് വേണ്ടി ഇറങ്ങി. അന്ന് ആകാറിന് വേണ്ടി ദൈവം ഇറങ്ങിയെങ്കിൽ ഇന്ന് അവളുടെ ഉൾവയറ്റിന് പുറത്ത് വന്ന ആ കുഞ്ഞിൻ്റെ കരച്ചിലിന് മുമ്പ് ദൂതൻ ഇറങ്ങി പറയുക, ഉറവ തുറന്നു കൊടുത്തിട്ട് പറയാം. ആ ഉറവയിൽ നിന്ന് അവർക്ക് വെള്ളവും കൊടുത്തു. ആ മരുഭൂമി ജീവിക്കാൻ വേണ്ടുന്ന വഴികളും ദൈവം തുറന്നു കൊടുത്തു. ഒരു കാര്യം പറയാം, പ്രതിസന്ധികളെ അതിജീവിച്ച
ആ പ്രതിസന്ധികളോട് അപ്പുറത്തൊരു അനുഗ്രഹത്തിൻ്റെ വാതിലുണ്ട്. ലോകം മുഴുവനും നിന്നെ തള്ളിക്കളഞ്ഞെന്ന് വരട്ടെ, ലോകത്തിലെ നിന്റെ ഉറ്റവരും സ്നേഹിതരും നിന്നെ പകച്ചു കളട്ടെ, ഒരു ദിവസം നിന്റെ വീടിന് പടിയടിച്ച് പിണ്ടം വെച്ചെന്ന് വരട്ടെ, പക്ഷേ നിന്നെ വിളിച്ച ദൈവം വിശുദ്ധനാണ്. കാരണം അവൻ നിന്നെ കൈവിടുന്നവനല്ല. നിന്റെ തലമുറയെ സംരക്ഷിക്കുവാൻ അവൻ മതിയായവനാണ്. നിനക്ക് വേണ്ടുന്നതെല്ലാം ചെയ്യിച്ചു തരുവാൻ അവൻ മതിയായ ദൈവമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ തളർന്നു പോകരുതേ, ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ പതറിപ്പോകരുതേ, ജീവിതത്തിൽ ഇതുപോലുള്ള ചെറിയതും വലിയതുമായ പ്രയാസങ്ങൾ വരുമ്പോൾ ഉടഞ്ഞു പോകരുത്. മനസ്സിനെ ഉറപ്പിച്ച് പറയുക, ഞാൻ ഈ പ്രശ്നത്തിന് ഓടി മറിയുകയില്ല. ഹല്ലേലൂയ. പ്രശ്നത്തിന് ഓടി മറിയുന്നവരല്ല ദൈവമക്കള്, പ്രശ്നത്തെ അതിജീവിക്കുന്നവരാണ് ദൈവമക്കള് എന്നുള്ള ദൂതൻ നിങ്ങൾ മനസ്സിലാക്കുക. ആഗാറിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് കഷ്ടവും ദുഃഖവും പ്രശ്നവും ശോധനകൾ വരുമ്പോൾ ബൈബിളിൽ ഏറ്റവും അഖണ്യനായിരിക്കുന്ന വ്യക്തിയാണ് ഇയ്യോബ്. അദ്ദേഹത്തിൻ്റെ ദൈവത്തിൻ്റെ അടുത്ത് തന്നെ സാത്താൻ പറഞ്ഞു, നീ അവനോട് അവൻ നിന്നെ തള്ളിപ്പറഞ്ഞ കാണാമെന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങൾക്കറിയാം, ഇയ്യോബ് ആ പ്രതിസന്ധിയിൽ നിന്ന് ഓടി മറിയുകയല്ല ചെയ്ത്. പലരും ഓടി മറിഞ്ഞു, തൻ്റെ ശരീരത്തിന് വേണം പ്രണം കണ്ട് കൂട്ടുകാരുകൾ പോലും ഓടിയാകുന്നു, നാട്ടുകാരെല്ലാം ഓടിയാകണം. പക്ഷേ ആ ഇയ്യോബിൻ്റേത് ദൈവത്തിന് ഓടി അകലുകയല്ല ചെയ്ത്, ആ പ്രതിസന്ധിയെ അതിജീവിച്ചു. നിങ്ങൾക്കറിയണോ, ആ പ്രതിസന്ധി നടുവിൽ പ്രാർത്ഥനയോടെ അതിജീവിച്ചു അദ്ദേഹം. 42-ാമത്തെ വായിക്കുമ്പോൾ ദൈവം അദ്ദേഹത്തെ ഇരട്ടിയായി അനുഗ്രഹിച്ചു. ചിലതിൻ്റെ നടുവിൽ നീ കീഴടങ്ങാൻ തയ്യാറാണെങ്കിൽ, നീ പ്രതിസന്ധികളിൽ നിന്ന് ഓടി മറയാതെ ആ പ്രതിസന്ധികൾ അതിജീവിക്കാൻ തന്നെ നീ അതിജീവിച്ച് അക്കരെ എത്തുമ്പോൾ ഒരു അനുഗ്രഹത്തിൻ്റെ കവാടം നിനക്ക് വേണ്ടി ദൈവാത്മാ തുറന്നു വെച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തരുന്ന ഈ ചെറിയ പരീക്ഷണങ്ങൾ പോലും സഹിക്കാൻ കഴിയാത്തത് എന്താണ്? പ്രതിസന്ധികളുടെ നടുവിൽ തകർന്നു പോകുന്ന ഹൃദയത്തിൻ്റെ ഉടമയാണ് നിങ്ങൾ. ഞാൻ നിങ്ങളോട് പറയുന്നു, അതിജീവിക്കുക. പ്രതിസന്ധികളിൽ ഓടി അകലരുതേ, പ്രശ്നങ്ങൾ വരുമ്പോൾ ഓടി ഭയപ്പെട്ട് പോകരുതേ, അതിനെ നേരിടണം. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും ഞാനൊരു മോട്ടിവേഷൻ ക്ലാസ് എടുക്കണ പോലെ നിങ്ങളോട് പറയാം, ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും കടഭാരമാട്ടെ, നാം ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഓടി മറിയുവാൻ ആഗ്രഹിക്കുന്ന നമ്മൾ ഭൂരിപക്ഷ ആൾക്കാരും ചെറിയതും വലുതായ വിഷയങ്ങൾ നേരിടുമ്പോൾ അതിന് ഓടി അകലാണ്. പക്ഷെ ഞാൻ നിങ്ങൾ ഓടി അകലല്ല, അതിനെ അതിജീവിക്കുക. ആഗാറിൻ്റെ സ്റ്റോറി നമ്മളെ പഠിപ്പിക്കുന്നത് ആ പ്രതിസന്ധിയെ അതിജീവിക്കാണ്. അതിജീവിച്ച ആഗാറിനും മകനു വേണ്ടി ദൈവം അതിജീവിച്ച് ജയാളിയായി വന്ന അവർക്ക് വേണ്ടി ദൈവം മറുവശത്ത് കരുതുവാനിടയായിത്തീർന്നു. ദൈവവും നിനക്ക് വേണ്ടി കരുതും. ഇപ്പോൾ നിൻ്റെ ജീവിതത്തിൽ നേരിടുന്ന ചെറിയതും വലുതുമായ ആ പ്രതിസന്ധികളിൽ നിന്ന് ഓടിമാറി അതിനെ അതിജീവിച്ച് നീ അപ്പുറത്തെത്തുമ്പോൾ അപ്പുറവശത്ത് നിനക്ക് വേണ്ടി ദൈവത്തിൻ്റെ ഒരു കരവിരുതലുണ്ട്, ദൈവത്തിനൊരു സംരക്ഷണമുണ്ട്, ദൈവത്തിനൊരു പരിപാലനമുണ്ട്. അതിന് അതിജീവിച്ച ആഗാറിനെയും കുഞ്ഞിനെയും ദൈവം പറഞ്ഞിട്ടാണ് ആഗാർ പോയി കീഴടങ്ങിയത്. അങ്ങനെ തന്നെ ആഗാറിനെ അവിടെ നിന്ന് പുറത്താക്കി. ആഗാറിനെ കുഞ്ഞ് മരുഭൂമി വന്നു, എല്ലാം നഷ്ടപ്പെട്ടു, ഒന്നുമില്ല, എങ്ങോട്ട് പോകണമെന്നറിയാതെ വഴിയറിയാതെ നിൽക്കുകയാണ്. ജീവിതത്തിൻ്റെ എല്ലാ വാതിലും അടയപ്പെട്ടു. കൂടെ നിൽക്കുമെന്ന് ആഗാർ വിചാരിച്ച ഹസ്ബൻഡ് പോലും തനിക്കെതിരായിട്ടിരുന്നു. ആരും കൂടെയില്ല, കൈത്താങ്ങൾ നൽകുവാൻ ആരുമില്ല. ഒരു പൊടിക്കുഞ്ഞുമായി ആ മാതാവ് മരുഭൂമിയിൽ അലഞ്ഞ നട്ടയ്ക്ക്. നിങ്ങൾക്ക് കേൾക്കണമോ, ദൈവത്തിൻ്റെ ദൂതൻ അവൾക്ക് വേണ്ടി ആ മരുഭൂമിയിൽ ഇറങ്ങാൻ മാത്രമല്ല, ഉറവ തുറന്നു കൊടുത്ത് ആ മരുഭൂമിയിൽ അവർക്ക് വേണ്ടുന്ന വഴികളും എല്ലാം ദൈവം തുറന്നു കൊടുത്ത്. ദൈവം കരുതുവാൻ വിശ്വസ്തനാണ്. പക്ഷേ പ്രതിസന്ധികളിൽ തളർന്നു പോകരുത്. ആഗാറിൻ്റെ ജീവിതത്തെ പോലെ നമുക്കും വരും ദിവസങ്ങളിൽ പ്രതിസന്ധികൾ ഓടിമറിയാതെ അതിനെ അതിജീവിച്ച് ദൈവീയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ദൈവം നിങ്ങളെ ഇടവരുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ ഞാൻ വിരാമിക്കുന്നു. ആമേൻ.